നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്യാമള, നമ്മളെ കണ്ട കള്ളന്മാരായിട്ട് തോന്നൂടാ. നമ്മളെ അല്ല, നിന്നെ കണ്ടാലേ ഒരു അസല് കള്ളന്റെ ലുക്ക. അപ്പൊ പിന്നെ നിന്നെ കണ്ടാലോ? ഒന്ന് മിണ്ടാ വാടാ. എന്നോട് മിണ്ടരെന്ന് പറഞ്ഞ് നീ എന്തിനാ മിണ്ടതേ? എടാ പതുക്കെ സംസാരിക്കടാ. അപ്പൊ നീയല്ലേ സംസാരിക്കുന്നു? എടാ ഇത് വലിയ ശല്യമായല്ലോ, ഒന്ന് മിണ്ടാ വരൂ. നോക്കി വാ 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 വാ. അയ്യോ മാസ്ക്. ആ ഇപ്പൊ കണ്ടേനെ. വാ 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 വാ. തടി കൊണ്ടുവച്ചത് പിന്നെ അങ്ങനെ കാട്ട്. ഒന്നും ഇങ്ങോട്ട്. ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ അല്ലേ? എടാ അശോക, ഇതിനകത്ത് ആണുങ്ങളായി ആരെങ്കിലും ഉണ്ടോന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഉണ്ടല്ലോ. നമ്മളെ അടുപ്പിനകത്തല്ലേ? എടാ നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, നീ വാ. ആന്ത് നമ്മൾ ആണുങ്ങളല്ലേ? എടാ 5 സുന്ദരികൾ ഉണ്ടായിരുന്ന ആ ആണ്. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പുറത്തു വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. നീ വാ. എന്താടാ ഇവിടെ കയറിയതല്ല, നഷ്ടമായല്ലോടാ. എന്ത്? ഒരു പെമ്പിളുടെ പോലും കാണാനില്ല. കണ്ടിട്ടെന്തിനാ അവിടെ തല്ലുകൊണ്ട് ചാവാനോ? നീ വന്നേ. അവിടെ 2 പേരുണ്ടല്ലോ. അതാരാ 2 പേര്? അന്ന് ഇതിനകത്ത് കേറിയവന്മാരാണോ? അവന്മാരിത് എങ്ങോട്ട് പോയി? മേഡത്തെ വിളിക്കാം. മേഡം, റീന മേഡം, മേഡം ഒന്ന് വാതിൽ തുറക്കോ? മേഡം, റീന മേഡം, മേഡം, മേഡം വാതിൽ തുറക്ക്. അമ്പിളിയുടെ ശബ്ദമാണല്ലോ. അമ്പിളി, ഞാനാ മേഡം, അമ്പിളിയാ. ഒന്ന് വാതിൽ തുറക്കോ? വരുന്നു. എന്താ അമ്പിളി? 2 പേര് മതില് ചാടി ഇവിടെ കേറിയിട്ടുണ്ട് മേഡം. ആരാന്നറിയില്ല. 2 പേര് വീണ്ടും ഇതിനകത്ത് കേറിയോ? എന്റെ ഈശോയെ, ഇത് വലിയ തലവേദന ആയിരിക്കാണല്ലോ. മാഡം, ക്യാമറ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ക്യാമറ നോക്കിയാ മതില് ചാടിയത് ആരാണെന്ന് അറിയാൻ പറ്റും. ക്യാമറ വെച്ചത് എന്തായാലും നന്നായി. ഏതവനാണെങ്കിലും ക്യാമറയിൽ പതിയും. ഞാനൊന്ന് നോക്കട്ടെ. അമ്പിളിയും വാ. ശരി മാഡം. ക്യാമറയിലൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ ഒരുമാതിരി? ക്യാമറ കിട്ടാത്തത് എന്താ മാഡം? അതാ ഞാനും ആലോചിക്കുന്നേ. പുതിയ ക്യാമറ വെച്ചതാ. ക്യാമറകളെല്ലാം ഫോൾട്ടായിരിക്കുക. പുതിയ ക്യാമറ വെച്ച ഉടനെ എങ്ങനെ പോകാനാ മാഡം? ഇവിടുത്തെ പിള്ളേര് തന്നെ കേടാക്കിയതായിരിക്കും. 2 പേരും മതില് ചാടിയത് അമ്പിളി കണ്ടതാണല്ലോ അല്ലേ? ഞാൻ കണ്ടതാ മാഡം. അവന്മാരാരാണെങ്കിലും പിടികൂടണം. നീ ടോർച്ച് എടുക്ക്. വാ. എന്താരവേ, ഇങ്ങനൊന്നും പോരാ. കുറച്ചുകൂടി ഭയം വരട്ടെ. ഇങ്ങനെ മതിയാ? മതി മതി. അലീനെ പേടിപ്പിക്കുമ്പോ നല്ല ഹൈ വോൾട്ടേജ് പേടിപ്പിക്കണം. അല്ല, നിങ്ങളിപ്പോ പേടിച്ചതുപോലെ അലീനയും കൂട്ടരും പേടിക്കൂ. ആദ്യം നിന്റെ സംശയം ഒന്ന് മാറ്റ്. ഞങ്ങൾ പറഞ്ഞ പോലെ നീ ചെയ്താ മതി, അവര് പേടിച്ചോളും. ആരവേ, ഒരു കാര്യം മാത്രം നീ മനസ്സിൽ വെച്ചാ മതി. നീ ഇപ്പൊ ഒരു ഗോസ്റ്റാ. അങ്ങനെ ചിന്തിക്ക്. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവൻ, അതെ, ഇവൻ ഈ പരിപാടി 8 നില പൊട്ടിക്കുന്ന തോന്നുന്നു.
ആരവേ നീ ആദ്യം ചെന്ന് അവരുടെ വാതിലിൽ മുട്ടണം. വെറും മുട്ടലല്ല, നല്ല ഒച്ചത്തി മുട്ടണം. അവളുമാര് പേടിച്ച് ചാടി എണീക്കും പോലെ മുട്ടണം. ആ അത് ഞാൻ ഏറ്റു. ആ, ഇടയ്ക്ക് എന്തേലും ശബ്ദമൊക്കെ കൂടി പുറപ്പെടുവിച്ചോ. ഹലോ, ഞാൻ മിമിക്രിക്കാരനൊന്നുമല്ല. എന്നാ പിന്നെ നിനക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്. എന്ത് ചെയ്താലും അലീനയും കൂട്ടുകാരും പേടിച്ച് വിറയ്ക്കണം. അത് കറക്റ്റ്. അത് ഞങ്ങക്ക് കാണണം. മുള്ളും പൂവും പേടിച്ച് വിറച്ച് മുള്ളണം. ഓക്കെ, 3 എണ്ണത്തിനെ പേടിപ്പിച്ച് കിടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ, അവളുമാരെ നിന്നെ കിടത്താതെ സൂക്ഷിച്ചോ. വാ. അതെ, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കാം. നീ ചെല്ല്. ഓ പോ, പോ. അവനെ കണ്ട അലീനയും കൂട്ടുകാരും പേടിക്കുവോ? പേടിക്കൂലോ അല്ലേ? അവര് പേടിച്ച് തല ഇറങ്ങി വീഴുന്നത് കാണാൻ എല്ലാ സാധ്യതയുണ്ട്. ഇനിയല്ലേ കളി കാണാൻ പോകുന്നേ. നിങ്ങൾ നോക്കിക്കോ. അതെ. അതാരാ നമ്മുടെ റൂമിൽ വന്ന് തട്ടുന്നേ? ഈ പാതിരാത്രി ആരാ? അന്നത്തെ പോലെ 5 സുന്ദരികള് പാതിരാത്രിയിൽ പുറത്തിറങ്ങിയിരിക്കുക നമ്മളെ ഭയപ്പെടുത്താൻ. അതെ, കഴിഞ്ഞ തവണ അവൾമാര് രക്ഷപ്പെട്ടു. ഇത്തവണ വിടരുത്. നമുക്കവരെ കൈയോടെ പിടികൂടണം. ഇതെന്തിനാ പെപ്പർ സ്പ്രേ? ആരും ശബ്ദം ഉണ്ടാക്കല്ലേ. ഈ പെപ്പർ സ്പ്രേ കൊണ്ട് അവരെ അഭിഷേകം നടത്തി നിലത്ത് വീഴ്ത്തണം. എന്നിട്ട് വേണം അഞ്ജനം ചവിട്ടി കൂട്ടാൻ. ഇപ്പൊ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, പോയോ? അഞ്ച് സുന്ദരികൾ പോയിട്ടില്ല, പുറത്ത് തന്നെ ഉണ്ട്.